എവിടെയാണ് ദൈവം? എവിടെയാണ് ദൈവം? വാൽമീകി പറയുന്നു, രാമൻ എവിടെ? വാൽമീകി പറയുന്നു, മനഃകൃതം കൃതം രാമ. രാമൻ എന്ന് പറയുന്നത് വിഗ്രഹമല്ല, രാമൻ എന്ന് പറയുന്നത് ചിത്രമല്ല, രാമൻ എന്ന് പറയുന്നത് പ്രതിഷ്ഠയല്ല. മനഃകൃതം കൃതം രാമ. നിങ്ങളുടെ മനസ്സുകൊണ്ട് എന്താണോ കൃതമായിരിക്കുന്നത് അതാണ് രാമൻ. നിങ്ങളുടെ ഉള്ളിലെ രാമൻ ശക്തവാനാകുന്നത് നിങ്ങളുടെ ഉള്ളിലെ മനസ്സ് ശക്തമാകുമ്പോഴാണ്. നിങ്ങളുടെ ഉള്ളിലെ രാമൻ ധർമ്മനിഷ്ഠനാവുന്നത് നിങ്ങളുടെ ഉള്ളിൽ ധർമ്മമുണ്ടാകുമ്പോഴാണ്. നിങ്ങളുടെ ഉള്ളിൽ രാമൻ സത്യവാനാവുന്നത്, മഹാത്മാഗാന്ധിയുടെ രാമൻ സത്യവാനായ രാമനാണ്. എപ്പോഴാണ്? നിങ്ങളുടെ ഉള്ളിൽ സത്യമുണ്ടാകുമ്പോഴാണ്. സത്യം അന്വേഷിക്കുന്ന പരീക്ഷണമാണ് എൻ്റെ ജീവിതമെന്ന് ഗാന്ധി പറഞ്ഞത് അതുകൊണ്ടാണ്. എവിടെയാണ് രാമൻ ഇരിക്കുന്നത്? കൃത്യമായിട്ട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് വാൽമീകി രാമനോട് പറയുന്നുണ്ട്, നീ ഇരിക്കേണ്ട ഇടമേതെന്ന്. വായിച്ചിട്ടുണ്ടോ? അരണ്യകാണ്ഡത്തിൽ വാൽമീകിയുടെ ആശ്രമത്തിൽ രാമൻ പോകുന്ന ഒരു ഭാഗമുണ്ട്, വാൽമീകി ആശ്രമ പ്രവേശം. അവിടെ പോയിട്ട് രാമൻ ചോദിക്കുന്നുണ്ട്, ഈ ദണ്ഡകാരണ്യത്തിൽ മഹാമുനെ എനിക്ക് പാർക്കാൻ പറ്റിയ ഇടമേതെന്ന്. അതിന് മറുപടിയായിട്ട് വാൽമീകി പറയുന്നത് എന്താണെന്നറിയുമോ? രാമാ, ഇങ്ങനെയാ പറയുന്നത്, സന്തുഷ്ടചിത്തരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീന മനസ്കരായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തന്നുടെ സ്വാന്തം നിനക്ക് സുഖവാസമന്ദിരം. സ്വഅന്തം, സ്വന്തം ഉള്ളിൽ. എവിടെ? ആരുടെ ഉള്ളിൽ? സന്തുഷ്ടിയുള്ളവരുടെ ഉള്ളിൽ. ഇവിടെ എത്ര ആരുടെ ഉള്ളിൽ രാമനുണ്ടെന്നൊന്ന് നോക്കൂ, ഒന്ന് സ്വയം പരിശോധിക്കൂ. സന്തുഷ്ടിയുണ്ടോ? പോരാ നാളിൽ കീശാദൂരാമുയരട്ടെ എന്നല്ലേ. ഇപ്പൊ എന്താ പ്രാർത്ഥന? പണോർ ബ്രഹ്മ പണോർ വിഷ്ണു പണോർ ദേവോ മഹേശ്വര പണം സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ പണമേ നമാന്നല്ലേ പ്രാർത്ഥന. സന്തുഷ്ടിയുണ്ടോ? ഉണ്ടെങ്കിൽ രാമനുണ്ട്. അവര് ഒരുപോലെ കാണുമോ? നായരെന്നോ നമ്പൂതിരിയെന്നോ ഈഴവനെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റുമോ? ഒരുപോലെ കാണാൻ പറ്റുമോ? അതാണ് സമദൃഷ്ടി. സമദൃഷ്ടരായി ഒരു ജന്തുവിനോടും വിദ്വേഷഹീന മനസ്കര്, വിദ്വേഷമില്ലാത്ത മനസ്സ്, വെറുപ്പല്ല. രാമായണം വായിച്ചിട്ട് ആരോടെങ്കിലും നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പാണ് വായിച്ചത് ഗുണമില്ലാതെയാണെന്ന്. വായിച്ചതിനെ കൊണ്ട് ഓപ്പറേഷൻ വിജയിച്ചിട്ടുണ്ട്, പക്ഷെ രോഗി ബാക്കിയാകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഡോക്ടർ ഓപ്പറേഷനെല്ലാം വിജയിക്കുന്നുണ്ട്, പക്ഷെ രോഗി മരിച്ചു പോകുന്നു. അതുപോലെ രാമായണം എല്ലാം വായിക്കുന്നുണ്ട്, പക്ഷെ അതിനെ കൊണ്ടൊരു ഗുണം ആർക്കും ഇല്ലെങ്കിൽ എന്ത് കാര്യം? വിദ്വേഷമില്ലാത്ത ഹൃദയമുണ്ടാവണം, മനസ്സുണ്ടാവണം. വിദ്വേഷഹീന മനസ്കരായി ശാന്തരായിട്ട് നിന്നെ ഭജിക്കുന്നവരുടെ സ്വാന്തം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമസ്തേ എന്നാണ് ആദ്യം ഞാനിവിടെ ഉദ്ധരിച്ച വാക്ക്, അല്ലേ? എന്താ നമസ്തേ? എൻ്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടാവണം. മാ എന്ന് പറഞ്ഞാൽ ഞാനാ, ഞാ എന്ന് പറഞ്ഞാൽ അല്ല എന്നാ, ഞാൻ എന്ന് പറഞ്ഞാൽ അല്ല, നോ എന്നാ. ഞാൻ എന്ന് പറഞ്ഞാൽ നോ, മാ എന്ന് പറഞ്ഞാൽ മീ, നമ എന്ന് പറഞ്ഞാൽ ഞാനല്ല, തേ നിങ്ങളാണ്, നിങ്ങളാ പ്രധാനം. അതാ നമസ്തേ. ഇവിടെ കിട്ടിയോ? നോട്ട് മീ ബട്ട് യു. നിങ്ങൾക്ക് പ്രാധാന്യം. നിങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഏറ്റുവാങ്ങുന്ന പ്രക്രിയയാണ് തൊഴല്. തൊഴുന്നത് കണ്ടിട്ടില്ലേ? ആളെ തൊഴുന്നു, ദൈവത്തെ തൊഴുന്നു. എന്തിനാ തൊഴുന്നത്? ആ അമ്പലത്തിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശം കയ്യിലെ പ്രധാനപ്പെട്ട വിരൽ ഇതല്ലേ? ഇതല്ലേ ലൈക്കടിക്കുന്ന വിരൽ? ഇതല്ലേ തള്ള വിരൽ? ചില നാട്ടിൽ ഇതിന് അപ്പം വിരൽ എന്ന് പറയും. അപ്പൻ അച്ഛനാണ്. ഇത് പഞ്ചായത്ത് പ്രസിഡന്റാ, ബാക്കി 4 മെമ്പർമാരാ. ഈ പ്രസിഡന്റിനെ ദൈവമനെ നീയല്ലേ വലിയ, അതുകൊണ്ട് ഇങ്ങനെ തൊഴാറുണ്ടോ ആരെങ്കിലും? ഇല്ല, ഇങ്ങോട്ടാണ്. ആ വെളിച്ചം എൻ്റെ ഹൃദയത്തിലേക്ക്. ഇവിടെ മതിയോ വെളിച്ചം? പോരാ. വികാരത്തിൽ പോരാ വെളിച്ചം, ചിന്തയിലും വേണം. മേലേക്കാവിലും താഴേക്കാവിലും തൊഴുതു കഴിഞ്ഞാൽ ഇങ്ങനെയാക്കുന്നില്ലേ? ഇവിടെ ചിന്തയിലും വികാരത്തിലും വെളിച്ചം വേണം. അത് കഴിഞ്ഞിട്ട് പ്രസാദം വാങ്ങും, നെറ്റിയിൽ തൊടും. പ്രസാദം വാങ്ങിയിട്ട് എന്തിനാ നെറ്റിയിൽ തൊടുന്നത്? ചന്ദനവും ഭസ്മവും നെറ്റിയിൽ തൊടുന്നത് എന്തിനാ? അതിൽ ചേർക്കേണ്ടത് ചേർത്താലേ അതിനെ കൊണ്ട് ഗുണമുള്ളൂ. എന്താ ചേർക്കേണ്ടത്? തീർത്ഥക്കുളത്തിലെ മണിക്കിണറിലെ വെള്ളം ചേർത്താൽ മതിയോ? പോരാ. ഇതിൽ ചേർക്കേണ്ടത് എന്താണ്? നിങ്ങൾ ചെങ്ങന്നൂർക്കാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിറങ്ങും, ചെങ്ങന്നൂർ വന്നിറങ്ങുന്ന എവിടെ പോവാനാ? ശബരിമല പോവാനാ.
ശബരിമലയിൽ പോയിട്ടാകുമ്പം ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി എന്ന പാട്ടിലെ അടുത്ത വരി എന്താ? നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട് വെളുത്ത ഭസ്മത്തിനാൽ അഭിഷേകം നിത്യ അല്ലേ കളഭചന്ദനങ്ങളാൽ അഭിഷേകം. നെഞ്ചിലെ വെളിച്ചത്തിന്റെ കതിരെടുത്തിട്ട് പ്രസാദത്തിൽ ചാലിച്ച് നെറ്റിയിലിട്ടാൽ ഈ ഭസ്മം, ഈ ചന്ദനം ഇവിടെ പൂശിയാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ തലക്കുള്ളിലുള്ള എൻ്റെ ചിന്തകൾ പ്രകാശമാനമാണ് എന്നാളെ ബോധ്യപ്പെടുത്തല. നെഞ്ചത്ത് തൊട്ടാൽ എൻ്റെ വികാരങ്ങൾ പ്രകാശമാനമാണ് എന്നാണ്. ആ വികാരങ്ങളെ അടക്കാൻ പറ്റണം. രാമായണം നമ്മളോട് പറയുന്നത്, ലക്ഷ്മണ, വികാരങ്ങൾ അടക്കുന്ന ഒരു കുഞ്ഞിനെയും എടുത്തിട്ട് ഒരാൾ നടന്നു പോകുമ്പോ കുഞ്ഞ് ഭയങ്കരമായ നിലവിളിയും കരച്ചിലും ചാട്യവും. അപ്പൊ കുട്ടിയോട് ഇയാൾ അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് മിഠായി വാങ്ങിക്കൊടുത്തു. മിഠായി വാങ്ങിയിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. എന്നിട്ടും കുട്ടി കരച്ചിൽ തന്നെ. അപ്പൊ അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു. എന്നിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. എന്തെല്ലാം വാങ്ങിക്കൊടുത്തിട്ടും കുട്ടി കരയുന്നു. അപ്പോഴെല്ലാം അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് വാങ്ങിക്കൊടുക്കുന്നു. അത് കണ്ടിട്ട് കൂടെ ഒരാൾ നടക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, നിങ്ങളൊരു വല്ലാത്ത ക്ഷമ തന്നെയാ കാണിക്കുന്നത്. ഞാനെങ്ങാനാണെങ്കിൽ ഇതിന് പണ്ടേ എന്തോ ചെയ്തു പോവും. എന്നിട്ട് കുട്ടിയോട് ഒന്നിച്ച് വന്ന ആള് തട്ടിക്കയറി, എന്താ മാധവ, എല്ലാം വാങ്ങി തന്നിട്ട് നീ എന്താടാ കരച്ചിൽ നിർത്താത്തത്? അപ്പോ അയാള് ഇവളോട് പറയാ, കുട്ടീൻ്റെ പേര് മാധവൻ എന്നല്ല, രാകേഷ് എന്നാണെന്ന്. പിന്നെ നിങ്ങൾ ആരോടാ ഈ അടങ്ങ് മാധവ എന്ന് പറയുന്നത്? അപ്പൊ അയാൾ പറയാ, മാധവൻ ഞാൻ തന്നെയാ, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയുന്ന അടങ്ങ് മാധവ എന്ന്. മനസ്സിലായോ? രാമായണം വായിച്ചാൽ ഇനി വീട്ടിൽ പോയാൽ എന്ത് വേണം? അടങ്ങ് മാധവ എന്ന് പറയണം. വികാരങ്ങളിൽ പ്രകാശം വേണം. അത് കണ്ടത്തിൽ തേക്കുമ്പോൾ വാക്കുകളിൽ പ്രകാശം വേണം. എൻ്റെ കണ്ടത്തിൽ നിന്ന് വരുന്ന നാദത്തിൽ പ്രകാശമുണ്ട്. അത് രണ്ട് കയ്യിൽ ഇവിടെയും ഇവിടെയും തേക്കുമ്പോൾ എൻ്റെ കർമ്മങ്ങളിൽ പ്രകാശമുണ്ട്. ഇതാണ് ഈ ചന്ദനവും ഭസ്മവും അല്ല ഇവിടെയെല്ലാം തൊടുന്നതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അത്തരത്തിൽ നല്ല മനുഷ്യരായി, സഹജീവികളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരായി, ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. നിങ്ങൾക്ക് സുഖഭോഗങ്ങളാവാം, നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഫലം നിങ്ങൾക്ക് സുഖഭോഗങ്ങൾ ആസ്വദിക്കാം. പക്ഷെ അതിന് മാത്രമായി ജീവിക്കരുത്. രാമായണം നൽകുന്ന മനോഹരമായ സന്ദേശം, ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട എന്നാണ്. അത്തരത്തിൽ കുടുംബജീവിതത്തിൻ്റെ ധാർമ്മികതയും സത്യവും സ്നേഹവും ബന്ധങ്ങളുടെ ആർദ്രതയും കാത്തുരക്ഷിച്ചുകൊണ്ട് മാനവിക ബോധം വളർത്താൻ കാട്ടാളത്വത്തിൽ നിന്ന് മാനവികതയിലേക്കുള്ള പ്രയാണം. കഴിഞ്ഞ ആഴ്ച ആഗസ്റ്റ് 3-ാം തീയതി മലയാള മനോരമ പത്രത്തിലൊരു ലേഖനം ഉണ്ടായിരുന്നു. കാട്ടാളത്വത്തിൽ നിന്ന് മാനവികതയിലേക്ക്, രാമായണത്തെക്കുറിച്ച് ഞാൻ എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിൻ്റെ അതിൻ്റെ ഹെഡിങ് ആണ് എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. കാട്ടാളത്വത്തിൽ നിന്ന് മാനവികതയിലേക്കുള്ള പ്രയാണത്തിന് നമ്മൾ രാമായണ പാരായണം ചെയ്യുക. പക്ഷെ ഒരു പ്രശ്നം, കർക്കടകം 31-ാം തീയതി അല്ലെ 32-ാം തീയതി ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാന്ഡം സമാപ്തം പൂട്ടിയ പിന്നെ അടുത്ത 11 മാസം ഒരു വസ്തു വായിക്കൂല. എന്ത് കാര്യ? അതുകൊണ്ട് വായന പൂട്ടരുത്, തുടരുക. ബാക്കി 11 മാസവും തുടരണം. വായനയുടെ അനന്ത ലോകത്തേക്ക് നിങ്ങൾ പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു രാമായണ മേള സംഘടിപ്പിച്ച ഇവിടുത്തെ മഹാദേവ സേവാ സമിതിയെ അഭിനന്ദിച്ചുകൊണ്ട് അതിൽ എൻ്റെ ചില ചിന്തകൾ, ചിതറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ഇത്ര നേരം വളരെ ക്ഷമയോടുകൂടി എന്നെ കേട്ടിരുന്നതിന് നിങ്ങളോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.